എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് നേപ്പാളിലെ ആഭ്യന്തര കലാപം. നമ്മൾ ആലോചിക്കുന്ന വേറൊന്നുമില്ല, എന്തുകൊണ്ടാണ് ഇവരെ ഇപ്പോഴത്തെ ഭരണത്തിൽ ഇരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് അധികാരവർഗത്തെ അവർ വോട്ട് ചെയ്താണ് അവർ വന്നത്. വോട്ട് ചെയ്ത് വന്നതെന്ന് പറയാൻ നേരത്ത് 2022 വോട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ അറിയാവുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ വോട്ട് ചെയ്തത് ഒന്നും അല്ല, മിക്കവാറും എന്ന് പറയാൻ നേരത്ത് എല്ലാ കേസസും ഞാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം നല്ല ആൾക്കാരെ വോട്ട് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇത്രയും 3 വർഷം കൊണ്ട് അത്രയ്ക്കും വഷളാവുന്ന ആൾക്കാരെയാണോ മീൻസ് നമ്മൾ വോട്ട് ചെയ്യുന്നത്? അത് മാത്രമല്ല, ഇപ്പം എത്ര പേരാണ് അതിനകത്തെന്ന് പറയുന്നത്, ഇപ്പം കുറേ പേര് മരിച്ചിട്ടുണ്ട്, അതൊരു സംശയമില്ല, കുറേ പേര് മരിച്ചിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് വരുന്നതെന്ന് പറയുന്നത് 22 പേരെന്നാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് എത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് മീൻസ് ഇങ്ങനെ ഒരു 3 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്ന ആൾക്കാർ ഇവർ തന്നെ വോട്ട് ചെയ്ത് ഇവർ തന്നെ എന്തിനാണ് അവരെ മീൻസ് ലിഞ്ച് ചെയ്യാൻ പോണത്, അതായത് കൂട്ടമായിട്ട് പോയി കൊല്ലാൻ നോക്കുന്നത്? അടുത്തെന്ന് പറയുന്നത് ഇത് ഒടിഞ്ഞ ഇതെന്ന് പറയുന്നത് വളച്ച്, അതായത് അവരെ ഭരണാധികാരികൾ ഈവൻ അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ ആപ്സ്, അത് ശരിയാണ്, സാമൂഹ്യ മാധ്യമങ്ങൾ ആപ്സ് എന്ന് പറയുന്നിടത്ത് അതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ചില ആപ്സ് വെച്ചിട്ട് ചിലവർക്ക് വരുമാന മാർഗമുണ്ട്. അതും കയറി നിയന്ത്രിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ നോക്കിയെന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറയാൻ നേരത്ത് മറ്റേ മിലിറ്ററി ആർമി എന്ന് പറയുന്ന നേരത്ത് സഹകരിച്ചിട്ടുണ്ട്, ബാക്കി സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം എന്ന് പറയാൻ നേരത്ത് ഇപ്പം അവിടെ അരാജകത്വം അത് പോയി, ആ സ്റ്റേജ് കഴിഞ്ഞു. നമ്മൾ നോക്കാൻ നേരത്ത് ഇപ്പം ഇവിടെ അതായത് നമ്മുടെ ശ്രീലങ്ക, ബംഗ്ലാദേശ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലാണെങ്കിൽ ഇപ്പം മറ്റേ ഒരു നോബൽ പ്രൈസ് വിന്നർ യൂനസ് ആണ് ഇപ്പം അവിടെ അവസാനം ഭരണം വന്നപ്പം അത് ഏൽപ്പിച്ചത് മുഹമ്മദ് യൂനസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ 3 സ്ഥലത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളാണ് 3 സ്ഥലത്തും, ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പം നേപ്പാളിലും 3 സ്ഥലത്തിലും പവർ വന്നിരിക്കുന്നത് മീൻസ് അവരാണ് ഇവിടെയൊക്കെ എന്താ പറയുക അവരെ പുറത്താക്കിയത്, അതായത് ഭരണാധികാരികളെ പുറത്താക്കിയത്. അതുപോലെ മിലിറ്ററി ആർമി, അവിടുത്തെ ആർമി എന്ന് പറയുന്നത് പതുക്കെ സ്ലോ ആയിരുന്നു, അതിബുദ്ധിമാണെന്ന് എനിക്ക് തോന്നുന്നു, വേറെ ഒന്നുമല്ല. അല്ലെ പിന്നെ അവരെ കുറ്റം പറയും, അവർ ധൃതിക്ക് അവർക്ക് പവർ കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ കുറ്റങ്ങൾ പിന്നെ കേൾക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഒരു പാഠം എന്ന് പറയാൻ നേരത്ത് അത് ഇച്ചിരി എന്താ പാരോഡി പോലെ ആവും, ഒരു എന്താ പറയുക ബ്ലാക്ക് പാരോഡി എന്ന് പറയില്ലേ, അതുപോലെ ആവും. അത് വേറെ ഒന്നുമല്ല, അതായത് ഇപ്പം ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക, ഇതൊക്കെ ചുളുവിന് കൊടുക്കുക, അപ്പം ജനങ്ങളെല്ലാം സന്തോഷമായിരിക്കും. ഈ ആപ്സ് എല്ലാം, ഈ സോഷ്യൽ മീഡിയ ആപ്സ് എല്ലാം. താങ്ക് യു.